ദേവാലയ സംഗീതത്തിന്റെ മധ്യസ്ഥയായ സിസിലി പുണ്യവതിയുടെ ബസിലിക്കയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. നവംബർ 22-ാം തീയതിയാണ് സിസിലി പുണ്യവതിയുടെ തിരുനാൾ. അന്ന് വിശുദ്ധ കുർബാന മധ്യേയാണ് ഈ ദേവാലയത്തിൽ വെച്ച് വത്തിക്കാൻ കൊയറിലെ പുതിയ ബാച്ച് കുട്ടികൾ പ്രതിജ്ഞ ചെയ്യുന്നത്. 3-ാം നൂറ്റാണ്ടിലാണ് ഇവിടെ ആദ്യമായി ദേവാലയം സ്ഥാപിക്കപ്പെട്ടത് എന്നാണ് കരുതുന്നത്. പിന്നീട് 822-ൽ പാസ്കൽ ഒന്നാമൻ മാർപ്പാപ്പയാണ് ഇപ്പോൾ കാണുന്ന ഈ ദേവാലയം ഇവിടെ നിർമ്മിച്ചത്. സിസിലിയ പുണ്യവതിയുടെ വീടിരുന്ന സ്ഥലത്താണ് ഈ ദേവാലയം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. മുതൽ ബെനഡിക്റ്റൈൻസ് സന്യാസിനികളാണ് ഈ ദേവാലയം നോക്കുന്നത്. സിസിലിയ പുണ്യവതിയുടെ പ്രസിദ്ധമായ ഒരു സ്റ്റാച്ചു ആണ് ഈ കാണുന്നത്. 1599-ൽ സിസിലിയ പുണ്യവതിയുടെ ടൂംബ് തുറക്കപ്പെട്ടപ്പോൾ അതിൽ എങ്ങനെ മൃതശരീരം കണ്ടോ അതുപോലെ തന്നെയാണ് കലാകാരൻ ഈ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സിസിലിയ പുണ്യവതി വധിക്കപ്പെട്ടതിന് ശേഷം അടക്കപ്പെട്ടത് കലിസ്തസ് കാറ്റക്കോമ്പിലാണ്. അതിനുശേഷം പാസ്കൽ ഒന്നാമൻ മാർപ്പാപ്പയാണ് ഭൗതികാവശിഷ്ടം ഈ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നത്. ദേവാലയത്തിലെ മൊസൈക്ക് വർക്കും റൂഫിലെ പെയിന്റിങ്ങും വളരെ പ്രസിദ്ധമാണ്. സിസിലിയ പുണ്യവതിയെ വധിക്കാനായി പുക നിറച്ച മുറിയിൽ അടച്ചത് ഇവിടെയാണ്. പുക നിറച്ച മുറിയിൽ അടച്ചെങ്കിലും 2 ദിവസത്തിന് ശേഷവും സിസിലിയ പുണ്യവതിക്കൊന്നും സംഭവിക്കാത്തതിനാൽ അവളെ കഴുത്തറുത്താണ് വധിച്ചത്. വിശുദ്ധ കൊച്ചു ത്രേസ്യ തൻ്റെ കർമ്മലമട പ്രവേശത്തിന് അനുമതി ചോദിക്കാനായി റോമിലെത്തിയപ്പോൾ ഈ ദേവാലയം സന്ദർശിച്ചിരുന്നു. അതിൻ്റെ ഓർമ്മയ്ക്കായി ഇവിടെ കൊച്ചു ത്രേസ്യയുടെ ഒരു രൂപവും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. സിസിലി പുണ്യവതിയുടെ വീടിരുന്ന ഭാഗം ഈ ദേവാലയത്തിന്റെ താഴെയായി നമുക്ക് ഇപ്പോഴും സന്ദർശിക്കാവുന്നതാണ്. വീടിനോട് ചേർന്ന് ഉള്ള ഗ്രാനറിയും കിണറും മറ്റും നമുക്കിപ്പോഴും കാണാം. ആദിമ ക്രൈസ്തവരുടെ ഒരു പ്രാർത്ഥനാ കേന്ദ്രം കൂടിയായിരുന്ന ഇവിടെ പഴയ മാമോദീസ തൊട്ടികൾ ഇപ്പോഴും കാണാം. പഴയ കാലത്ത് ശവസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്ന കൽപ്പെട്ടികളുടെ അവശിഷ്ടങ്ങളും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. സിസിലിയ പുണ്യവതിയുടെ ടൂംബ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഇത് ദേവാലയത്തിന്റെ അൾത്താരയുടെ നേരെ താഴെയാണ്. സിസിലിയ പുണ്യവതിയുടെ ടൂംബ് അടങ്ങിയിരിക്കുന്ന ഈ ദേവാലയത്തിൽ തന്നെ ആദിമ നൂറ്റാണ്ടിലെ കന്യകകളായിരുന്ന വിശുദ്ധ ആഗ്നസിന്റെയും വിശുദ്ധ ആഗതയുടെയും ചിത്രങ്ങൾ കാണാം.
വിശുദ്ധ സിസിലിയ പുണ്യവതിയുടെ ബസിലിക്കയുടെ മുകൾ ഭാഗത്തുള്ള കൊയറിലെ ഫ്രെസ്കോ പെയിന്റിംഗ് ആണ് ഈ കാണുന്നത്. 13-ാം നൂറ്റാണ്ടിൽ പിയത്രോ കവല്ലീനി എന്ന ചിത്രകാരനാണ് ഈ ഫ്രെസ്കോ പെയിന്റിംഗ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ലാസ്റ്റ് ജഡ്ജ്മെന്റ് ആണ് ഇതിൽ ചിത്രകാരൻ ചിത്രീകരിച്ചിരിക്കുന്നത്. സിംഹാസനത്തിൽ ഇരിക്കുന്ന ഈശോയുടെ ഇരുവശത്തുമായി അപ്പസ്തോലന്മാരെയും ആ അപ്പസ്തോലന്മാരുടെ കരങ്ങളിൽ അവർ എങ്ങനെ മരിച്ചു എന്ന് സൂചിപ്പിക്കുന്നതിൻ്റെ ആയുധവും ഈ ചിത്രത്തിൽ കാണാം. പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും വിവിധ ചിത്രങ്ങൾ ഈ ചെറിയ ചാപ്പലിൽ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് അവശേഷിക്കുന്നത് ഈ ഫ്രെസ്കോ മാത്രമാണ്. ഈ ചിത്രം കാണാനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ടൂറിസ്റ്റുകൾ ഇവിടെ എത്താറുണ്ട്.